എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിധു ഹരിദാസ്, ന്യൂട്രീഷനിസ്റ്റ് ആൻഡ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽനസ് പ്രൊമോട്ടർ. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, ഇമ്മ്യൂണിറ്റി, ഓവറോൾ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമുണ്ട്. അതാണ് നമ്മുടെ ഗട്ടിലെ ബാക്ടീരിയ. അതായത് കുറേയധികം മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ മൈക്രോബ്സ് എന്ന് പറയും. അത് നമ്മുടെ ലൈഫ്, നമ്മുടെ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ അത് ഗുഡ് ബാക്ടീരിയ ഉണ്ട്, ബാഡ് ബാക്ടീരിയ ഉണ്ട്. ഗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സെക്കൻഡ് ബ്രെയിൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യണത്. ഈ മൈക്രോബ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോബയോട്ടിക് എന്ന്. പ്രോബയോട്ടിക് എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഫേവർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. ബയോട്ടിക് എന്ന് വെച്ചാൽ ലൈഫ്, അതായത് ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് മൈക്രോബ്സ് ആണ് നമ്മുടെ ഗട്ടിലുള്ളത്. പ്രോബയോട്ടിക്കിന് അറിയപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബാക്ടീരിയയുടെ പ്രസൻസ് നമ്മുടെ ഗട്ടിൽ ഉണ്ടാവുന്നതാണ്. കൂടാണ്ട് ഡൈജസ്റ്റീവ് ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യണു, ഇമ്മ്യൂണിറ്റിയെ ഹെൽപ്പ് ചെയ്യണു. നല്ല ബാക്ടീരിയയും ചീത്ത ബാക്ടീരിയ ഉണ്ടെന്ന് പറഞ്ഞു. ഈ നല്ല ബാക്ടീരിയ ചീത്ത ബാക്ടീരിയ നശിപ്പിക്കും. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ബാക്ടീരിയ, പിന്നെ അതിൻ്റെ കഴിവിനെ ബേസ് ചെയ്തിട്ടാണ് എത്രത്തോളം ചീത്ത ബാക്ടീരിയ ഇത് നശിപ്പിക്കും എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യണത്. ഈ നല്ല ബാക്ടീരിയ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ്റെ 2 വാളിനകത്തും സ്റ്റിക്ക് ചെയ്തിരിക്കുന്നുണ്ടാവും. എന്നിട്ട് ഈ ചീത്ത ബാക്ടീരിയ അവിടേക്ക് പ്രവേശനം ഇല്ലാത്ത രീതിയിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യും. കുറേയധികം ബാക്ടീരിയ നമ്മുടെ എക്സ്ക്രിയേഷനിൽ കൂടെ പുറത്തേക്ക് പോകും. അത് കണക്കാക്കിയിട്ട് തന്നെ ഈ നല്ല ബാക്ടീരിയ എണ്ണം കൂട്ടുകയും വേണം. ഈ ഗുഡ് ബാക്ടീരിയ എന്ന് പറയുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഡൈജഷൻ നടക്കാനായിട്ട്, കോൺസ്റ്റിപ്പേഷൻ ഇല്ലാണ്ടിരിക്കാൻ, ഗ്യാസിൻ്റെ ഉപദ്രവം ഇല്ലാണ്ടിരിക്കാനായിട്ട്, വൈറ്റമിൻസും മിനറൽസിനെ ഫുഡിനെ അബ്സോർബ് ചെയ്യാനായിട്ട്, ഇമ്മ്യൂണിറ്റി നല്ല രീതിയിൽ ഉണ്ടാവാനായിട്ട്, ഇങ്ങനെ കുറേയധികം കർമ്മങ്ങളാണ് നമ്മുടെ ഗുഡ് ബാക്ടീരിയ ചെയ്യണത്. പല കാരണങ്ങളുണ്ട് നമ്മുടെ ഗട്ടിലെ നല്ല ബാക്ടീരിയ നശിച്ചു പോകാനായിട്ട്. അതിൽ കുറച്ച് ഞാനിവിടെ പറയാം. നിരന്തരം പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യണത്, പിന്നെ ആൻറ്റിബയോട്ടിക് കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോഴും നമ്മുടെ ഗട്ട് ബാക്ടീരിയ നശിച്ചു പോകാറുണ്ട്, അതായത് ഗുഡ് ബാക്ടീരിയ നശിച്ചു പോകാറുണ്ട്. എന്തെങ്കിലും ഒരു ഫുഡ് ഇൻഫെക്ഷൻ വരിക, ഒരു ഫുഡ് പോയ്സണിങ് വരിക, അപ്പോൾ നമുക്ക് ഡയറിയ പോലെ വന്നിട്ട് വയറ്റിൽ നിന്ന് ഈ നല്ല ബാക്ടീരിയ കുറേ എക്സ്ക്രിയേറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസസ് വല്ലാണ്ടുണ്ട്. സ്ട്രെസ്സ്, പുവർ സ്ലീപ്പ്, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, പ്രോസസ്സ് ചെയ്തതും പ്രിസർവേറ്റീവ് ചേർത്ത് ഭക്ഷണം നിരന്തരം കഴിക്കുക, പിന്നെ വരുന്ന ഹൈ ഷുഗർ ഇൻടേക്ക് എപ്പോഴും ചീത്ത ബാക്ടീരിയ വളർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. ലോ ആയിട്ടുള്ള ഒരു ഫൈബർ ഡയറ്റ്, എക്സസ് ആയിട്ടുള്ള ആൽക്കഹോൾ കൺസംഷൻ, പിന്നെ ഏജിങ്, പൊല്യൂഷൻ, പിന്നെ ക്രോണിക് ഡിസീസസ് ലൈക്ക് ഡയബറ്റിക്, തൈറോയിഡ്, ഹൈ കൊളസ്ട്രോൾ, ഓൾ ക്യാൻ റെഡ്യൂസ് ദ ഗുഡ് ബാക്ടീരിയ ഇൻ അവർ ഗട്ട്. ഇനി ഒരു വല്ലാത്ത രീതിയിൽ നമ്മുടെ ഗട്ട് ബാക്ടീരിയ കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഭക്ഷണത്തിനകത്ത് തന്നെ നമുക്കതിനെ കോപ്പപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ചില സമയത്ത് നമുക്ക് പ്രോബയോട്ടിക്കിൻ്റെ സപ്ലിമെൻറ്റ്സ് കഴിക്കേണ്ടി വരും. അങ്ങനെയുള്ള അവസരത്തിൽ വളരെ നല്ലൊരു കോമ്പിനേഷൻ, വളരെ യൂണീക്ക് ആയിട്ടുള്ള 2 ബാക്ടീരിയകളുടെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു പ്രോബയോട്ടിക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഞാനിവിടെ നിന്ന് പരിചയപ്പെടുത്താം. അത് എലമെൻറ്റ്സ് വെൽനസിൻ്റെ പ്രോബയോട്ടിക് G+ എന്ന് പറയുന്ന യൂണീക്ക് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നോർമൽ പ്രോബയോട്ടിക് പലതും നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാക്ടീരിയ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അത് നശിച്ചു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ ഒരു പ്രശ്നത്തിനെ അതിജീവിച്ചു കൊണ്ടിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഈ എലമെൻറ്റ്സ് വെൽനസിൻ്റെ പ്രോബയോട്ടിക് G+. അപ്പോൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്ന ഈ ഒരു യുണീക്ക് ആയിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് 2 ഗുഡ് ബാക്ടീരിയ, ബസിലസ് സബ്റ്റിലസും ബസിലസ് കോയാഗുലൻസ്. ഇതിനകത്ത് യാതൊരു കോംപ്ലിക്കേഷൻസും ഇല്ല. എത്ര ഹാർഷായിട്ടുള്ളൊരു ടെമ്പറേച്ചറിനകത്തിനെ അതിജീവിക്കാനുള്ളൊരു ശക്തി ഈ 2 ബാക്ടീരിയയ്ക്കുണ്ട്. കൂടാതെ കോൺസ്റ്റിപ്പേഷൻ, ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, ഡൈജസ്റ്റീവ് ഇഷ്യൂസിനെയൊക്കെ തരണം ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയും കൂടെ ഈ ബാക്ടീരിയയ്ക്കുണ്ട്. ബാക്കിയുള്ള പ്രോഡക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർത്തിട്ടുണ്ട്. അതാണ് ഗുഡുച്ചി എന്ന് വെച്ചാൽ ചിറ്റാമൃതം. അത് ശരിക്കും പറഞ്ഞൊരു മാജിക് ഡ്രഗാണ്. അത് ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ, നീർക്കെട്ട് മാറാനായിട്ട്, ഇമ്മ്യൂണിറ്റിക്ക് ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. കൂടാതെ ഡെക്സ്ട്രിൻ, അതായത് ഒരു പ്രീബയോട്ടിക്കാണ്. അത് ഈ ഗട്ട് ബാക്ടീരിയയ്ക്ക് കഴിക്കാനുള്ളൊരു ഭക്ഷണവും കൂടി ഇതിനകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഗട്ട് ബാക്ടീരിയ ഹെൽത്തി ആയിട്ട് വെക്കുന്നതിൻ്റെ കൂടെ അതിനുള്ള ഭക്ഷണങ്ങളും കൊടുത്ത് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാനും സഹായിക്കുന്നതാണ് ഈ ഒരു കോമ്പിനേഷൻ. പ്രോബയോട്ടിക്കിൻ്റെ ബെനിഫിറ്റ്സ് എന്താ, നമ്മൾ നേരത്തെ ഈ ഗട്ട് ബാക്ടീരിയ നശിക്കുമ്പോൾ ഉണ്ടാവുന്ന ഇഷ്യൂസിനെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് അത് നല്ല രീതിയിൽ പ്രോബയോട്ടിക് ഉണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യണത് നല്ലൊരു ഡൈജസ്റ്റീവ് സിസ്റ്റം നമുക്കുണ്ടാവും, ഇമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യണം, കോൺസ്റ്റിപ്പേഷൻ ഇല്ലാണ്ടിരിക്കാൻ, ഗ്യാസ് ഇല്ലാണ്ടിരിക്കാൻ, ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാൻ വളരെയധികം സപ്പോർട്ട് ചെയ്യും. ഇതിൻ്റെ ഡോസേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ടാബ്ലറ്റ് അലോങ് വിത്ത് ദ മീൽ, യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല, സേഫായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ഗട്ട് ബാക്ടീരിയ ഏതെങ്കിലും രീതിയിൽ ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ടെങ്കിൽ
നമുക്ക് പ്രോബയോട്ടിക് ഒരു കോഴ്സ് എടുക്കാവുന്നതാണ്. എല്ലാ രീതിയിലും നമ്മുടെ ഡൈജസ്റ്റീവ് ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. താങ്ക് യു.